ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോകും. നമ്മുടെ സ്വന്തം കുമരകത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് യുവി വാവയുടെ ആദ്യത്തെ ട്രിപ്പ്. അശ്വൻ പാലൊക്കെ കുടിച്ച് ഒന്നും അറിയാത്ത നല്ല ഉറക്കത്തിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ഗവൺമെന്റിന്റെ KTDC വാട്ടർസ്കേപ്സ് പ്രീമിയം കോട്ടേജസിലാണ്. 12 മണിക്കായിരുന്നു ചെക്ക് ഇൻ. നമ്മൾ ഏകദേശം കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. സത്യം പറയാമല്ലോ, പുറമെ ഒന്നും ഒരു ലുക്കും തോന്നിയില്ല കേട്ടോ. ദേവിയെ കൊടുത്ത കാശ് മുതലാവില്ലേ എന്നോർത്ത് ഉള്ളൊന്ന് പെടഞ്ഞു. പിന്നെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ റിസപ്ഷനിലേക്ക് പോയി. അതാ താലവും നീന്തി ഒരു ഗന്ധർവൻ പോകുന്നത് കണ്ടോ. ഞങ്ങൾ അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് ജ്യൂസും കുടിച്ചിരിക്കവേ ബഗ്ഗി ഡ്രോപ്പ് എത്തി. ഈ വണ്ടിയാണ് കേട്ടോ ബഗ്ഗി. ഇത് കണ്ടപ്പോഴാണ് ഈ റിസോർട്ടിന്റെ വാസ്നെസിനെ കുറിച്ച് ഞാനൊന്ന് ചിന്താകുലയായത്. ഈ സാമാനത്തിലേക്ക് ലഗേജ് എല്ലാം വെച്ച് ഞങ്ങൾ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ കോട്ടേജ് ലക്ഷ്യമാക്കി നിന്നു. പോകും വഴി ഡ്രൈവർ എല്ലാം വളരെ കാര്യമായി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം തലയാട്ടി. അതാ നമ്മളുടെ സ്വപ്ന സൗധം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ഒരു ഏറുമാടം മോഡലാണ് കേട്ടോ ഈ കോട്ടേജസ് ഒക്കെ. ഏറുമാടം മരത്തിന്റെ മുകളിലല്ലേ, ഇവിടെ മരമില്ലെന്ന് മാത്രം. പിന്നെ സൈഡിലുള്ള മരങ്ങളൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതൊക്കെ പോട്ടെ, ഇത് കണ്ടോ, കിടിലം വ്യൂ അല്ലേ. നമ്മൾ എടുത്തിരിക്കുന്നത് കനാൽ വ്യൂ കോട്ടേജസ് ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ലേക്ക് വ്യൂ കോട്ടേജസും ഉണ്ട്. അങ്ങനെ റൂമിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിച്ചു. കിടിലൻ റൂം, ഒരു എസ്തെറ്റിക് ലുക്കാണ്. ഇത്രയൊക്കെ ഇവിടെ നടന്നപ്പോഴും ഒരാൾ ഒന്നും അറിയാതെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഈ സീനിയറിനെയും ജൂനിയറിനെയും ഒക്കെ കുത്തിപ്പൊക്കി റെസ്റ്റോറന്റിലേക്ക് പോകണം. മണി 2 എനിക്ക് വിശക്കുന്നതിന് വേണ്ടി പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോയി. പറഞ്ഞ റെസ്റ്റോറന്റിലേക്കും ബഗ്ഗി വിളിച്ച് പോകാൻ എത്രയുള്ള ദൂരം ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ്. മൊത്തത്തിൽ ലേക്കിന്റെ മുകളിലാണ് കേട്ടോ ഇത് പണിത് വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് കൂടുതലും അറിയുന്നു. പക്ഷെ ഇതിപ്പോ പഴയതുപോലെ അല്ലല്ലോ, ഒരു ഉരുപ്പിടി കയ്യിലില്ലേ. ഇത് കണ്ടോ ഒരു ചിരിപ്പിക്കുന്ന കാഴ്ച. പണ്ടൊക്കെ കൈ കഴുകാൻ പോലും എണീക്കാത്ത ടീമാണ്. റെസ്പോൺസിബിലിറ്റി അറ്റ് പീക്ക്. തൊട്ടിലെല്ലാം ഒക്യുപ്പൈഡ് ആയിരുന്നുകൊണ്ട് 2 ചെയർ അടുപ്പിച്ചിട്ട് യുവിയെ അതിലിട്ട് ഞങ്ങൾ പണി തുടങ്ങി. അപ്പൊ ദാ ഒടുക്കത്തെ മഴ. കഴിച്ചു കഴിഞ്ഞ് ഫോട്ടോ എടുക്കാമെന്നുള്ള എല്ലാ സ്വപ്നവും തകർക്കപ്പെട്ടു. അങ്ങനെ മഴ തോന്നപ്പോൾ ഒന്ന് ഇറങ്ങി നടന്നിട്ട് നേരെ ഞങ്ങൾ റൂമിൽ പോയി. ആ മുറ്റത്തൊരു മൈനയല്ല, ഏതോ ഒരു പക്ഷി. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. കുമരകം ബേർഡ് സാങ്ച്വറി തൊട്ടടുത്താണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓർത്തു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് 4 മണിക്കത്തെ ചായയും കടിയും കഴിക്കാൻ പോകുന്നു. അതിനുവേണ്ടി യുവിയെ ഉറക്കുവാണ് അബി. എവിടെ ഉറങ്ങാൻ. 4:30 ആയപ്പോൾ ഞങ്ങൾ പോയി ചായയും കടിയും കഴിച്ചു. നല്ല മുരിഞ്ഞ ഉള്ളിവട. പിന്നീട് ഞങ്ങൾ പോയത് ഇൻഡോർ ഗെയിംസ് ആൻഡ് ജിം സെക്ഷൻ ആയിരുന്നു. ടേബിൾ ടെന്നീസും ക്യാരംസും മാത്രമേ ഇവിടെ ഉള്ളൂ. ജിമ്മിലാകട്ടെ ഒട്ടും എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇൻഫിനിറ്റി പൂള്. സമയമായിട്ടില്ല ചാടാന്നേ. വാട്ട് എ സെറീൻ ബ്യൂട്ടി അല്ലേ. കുറെ നേരം ഈ കായൽക്കരയിൽ ഞാൻ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരാൾ പൂളിൽ ചാടി. ഇതാണ് പൂളിന്റെ എൻറ്റയർ വ്യൂ കേട്ടോ. സൂപ്പർ ആയിരുന്നു. അപ്പോഴും ഇതൊന്നും അറിയാതെ ഒരാൾ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്കിവിടൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ അബി ഇറങ്ങുന്നത് കണ്ട് സംതൃപ്തിയാണ്. നേരെ വിരുട്ടുന്നതിന് മുന്നേ ഞങ്ങൾ റൂമിലേക്ക് നടന്നു. ദാസപ്പോ ഒന്ന് നോക്കിക്കേ എന്റെ നടത്തത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മാച്ചും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഈ ജീവൻ മരണ പോരാട്ടം വളരെയധികം ടെൻഷൻ അടിപ്പിച്ചെങ്കിലും അവസാനം സമാധാനമായി. ഹാപ്പി ആയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് ഈ നോട്ട് പാഡും പെൻസിലും റൂമിലിരിക്കുന്നത് എന്റെ കണ്ണിൽ പെട്ടു. അപ്പോഴേക്കും എന്റെ ഉള്ളിലെ കലാകാരി ഉണർന്നു. പക്ഷെ ഒരു പിന്നാക്കം വരച്ചില്ല. എനിക്കൊട്ടും സമയം കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ റെസ്റ്റോറന്റിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഡേ ലൈറ്റിൽ കുറച്ച് പിക്സ് എടുക്കാൻ വേണ്ടി ഔട്ട്ഡോറിൽ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ ഇരുന്ന് യുവിക്കുട്ടനെ അവന്റെ സുരക്ഷാ കവചത്തിൽ നിന്ന് പുറത്തെടുത്ത് വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ചു. എപ്പോൾ നോക്കിയാലും ഇതിനുള്ളിലല്ലേ. പിന്നീട് ഞങ്ങൾ റൂമിൽ പോയി എല്ലാം പാക്ക് ചെയ്ത് യുവിക്കുട്ടനെ ഒരുക്കി ചെക്കൗട്ടിനായി ഇറങ്ങി. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബഗ്ഗി എത്തിക്കഴിഞ്ഞു. സത്യം പറയാലോ, നല്ല പ്ലസന്റ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആൻഡ് വെരി ഗുഡ് ആംബിയൻസ്. ആക്ച്വലി ദിസ് പ്രോപ്പർട്ടി ഈസ് ടോട്ടലി 9 acres ഓഫ് ലാൻഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 40 cottages. അങ്ങനെ നമുക്ക് പോകാനുള്ള സമയമായി ഗൈസ്. ഞങ്ങൾക്കൊട്ടും സങ്കടമില്ല, കാരണം ഞങ്ങൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇന്ന് പോകുന്നത്. കായലിൽ നിന്ന് കടലിലേക്കാണ് നമ്മുടെ യാത്ര. അടുത്ത ഡെസ്റ്റിനേഷന്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. Until then, Blends of Ash signing off. Bye bye, see you.